മനസ്സ് ശുദ്ധമാവാനും മനസ്സിൽ നിന്ന് ഞാനെന്ന ഭാവം നീങ്ങി നല്ലൊരു വിനയമുള്ള വ്യക്തിയാവാനും ഉപകരിക്കുന്ന നല്ലൊരു ആത്മീയ ടിപ്പിനെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ചെല്ലാനോ ഓതാനോ ഒന്നുമില്ല. പ്രവർത്തനങ്ങളെ ഒന്ന് മാറ്റിമറിച്ചാൽ മതി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആ ഹദീസിൻ്റെ ആശയം ഉൾക്കൊണ്ടാൽ നമുക്ക് നല്ല മനസ്സ് വരും, വിനയമുള്ള നല്ല സ്വഭാവം നമുക്കുണ്ടാവും. ആ ഹദീസ് ഇങ്ങനെയാണ്: അൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു ഖാല ലി അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ്. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ. സുഹൃതങ്ങളെ ഒന്നും നീ നിസ്സാരമായി കാണരുത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നല്ലതാണ് പറയുന്നത്, നല്ല കാര്യമാണല്ലോ പറയുന്നത്, തട്ടിക്കളയരുത്. വിനയത്തോടുകൂടെ അവരുടെ സംസാരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അതിനൊരു പരിഗണന നൽകുക. മറ്റുള്ളവരുടെ സംസാരങ്ങളെ നിസ്സാരമാക്കുകയും അവർ പറയുന്നത് സത്യമാണെങ്കിൽ തന്നെ അത് തട്ടിക്കളയുക ചെയ്യുക എന്നുള്ളത് അതൊരു അഹങ്കാരത്തിൻ്റെ സ്വഭാവമാണ്. വലൗ അൻ തൽഖ അഹാക ബിവജ്ഹിൻ തുലഖിൻ. നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടെ നീ വരവേൽക്കണം. അതുവരെയും സുഹൃതമാണ്, അതുവരെയും നിസ്സാരമായി കാണരുത്. അങ്ങനെ മറ്റുള്ളവരെ ഒന്ന് പരിഗണിക്കുക. അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന സത്യമാണെങ്കിൽ അതിനൊന്ന് വില കൽപ്പിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രകടിപ്പിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിനയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമായ വിനയം, സൽപെരുമാറ്റങ്ങളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.